നമസ്കാരം. വെൽക്കം ബാക്ക്. ഞാൻ സെൽവരാജ്. സൈഡ് ഹസിൽ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാകും. പക്ഷെ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്നതിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. ഇനി അങ്ങനെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ, ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. എന്താണ് എന്നതല്ലേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാം. നമ്മൾ എല്ലാവരും തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു തൊഴിലിൽ ഏർപ്പെട്ടിട്ട് ഉള്ളവരായിരിക്കും. അത് പ്രധാന വരുമാന മാർഗം, നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അതിനെ അടിസ്ഥാനമായിട്ടായിരിക്കും. അങ്ങനെ പല രീതിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ടാവില്ലേ? ആ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റ് വരുമാന മാർഗങ്ങൾ കൂടി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ മറ്റെന്തെങ്കിലും നമ്മുടെ സമയത്തിനനുസരിച്ച് സമയം ക്രമീകരിച്ച് നമുക്കൊരു വരുമാന മാർഗമായിട്ടോ, നമുക്കൊരു ഇഷ്ടം, നമ്മളുടെ ഒരു പാഷൻ നോക്കിയിട്ടോ, നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ശരിക്കും പറഞ്ഞാൽ. പലരും ആഹ്, പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു ജോലിയോടൊപ്പം തന്നെ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുകയും അതിനുശേഷം അങ്ങനെ നമ്മൾ തുടർന്നു കൊണ്ടിരുന്ന ആ ഒരു പ്രവൃത്തിയെ പിന്നെ നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷൻ ആയിട്ട് തന്നെ എടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് പലയിടത്തും സംഭവിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ജോലിക്കൊക്കെ ചേരുമ്പോൾ പല സാഹചര്യങ്ങളാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ആയിരിക്കണം എന്നില്ല നമ്മളത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിലായിരിക്കും അല്ലേ? അങ്ങനെ വരുമ്പോൾ പലരും ചില സമയത്തൊക്കെ അവർക്ക് എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ള വേറെ ചില പ്രവൃത്തികളുണ്ടാവും. അതിലേക്ക് ഏർപ്പെടുന്നു. അതുകൊണ്ട് ഒരു മാനസിക സന്തോഷം ലഭിക്കുന്നു. അങ്ങനെയുള്ള പ്രവൃത്തികളുണ്ട്. അത് പലരും ഇത് ചെയ്യുന്നത് കൊണ്ട് പല രീതിയിൽ ചെയ്യുന്നുണ്ട്. പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളമുണ്ട്. അതായത് ഓൺലൈനായിട്ട് ധാരാളം അത്തരം പ്രവൃത്തികളിൽ നമുക്ക് ഏർപ്പെടാം. അതുപോലെ വരുമാനമുണ്ടാക്കാം. അതുപോലെ മാനസിക സന്തോഷം ലഭിക്കാം. അതുപോലെ തന്നെ ഓഫ്‌ലൈനായിട്ട് പലരും ചെയ്യാം. അങ്ങനെ പല പല വ്യത്യസ്തമായ രീതികളിൽ ധാരാളം പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ധാരാളം ആളുകളെക്കുറിച്ച് നമുക്ക് അങ്ങനെ അറിയാം. ഒരു പക്ഷേങ്കില് ഞാനിത് പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇത് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ സൈഡ് ഹസൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാം. അതുപോലെ നമ്മളുടെ ഇഷ്ടങ്ങളെ നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ പറ്റും. മറ്റുള്ളവരിലേക്ക് നമ്മളുടെ അത്തരം ഇഷ്ടങ്ങളെ എത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴും എന്നാ പറയാ, ഒരു ഊർജ്ജത്തോടു കൂടി ഇങ്ങനെ നിലനിർത്താൻ കഴിയും. ഇതൊക്കെയാണ് ഇതിന്റെ വലിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ധാരാളം പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു മധ്യവർത്തികളായിട്ടുള്ള ഒരു ഞാൻ പറയുന്നത് സാമ്പത്തികം ഇപ്പോൾ ലഭിക്കുന്നത് പോരാ. എന്നാൽ എനിക്ക് അധികമായിട്ട് സമയം എൻ്റെ കയ്യിലുണ്ട്. ഞാനതിന് സന്നദ്ധനാണ് എന്ന് തോന്നുന്നവർക്ക് അവർക്കിണങ്ങുന്ന അവരുടെ ഇത്തരം ജോലികളെ, അവരുടെ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള മറ്റ് പ്രവൃത്തികൾ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ചിലപ്പോൾ ഒരു അഡീഷണൽ ഒരു ഇൻകം നമുക്ക് കിട്ടും. ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ₹1 ആണെങ്കിൽ പോലും അതുകൊണ്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന പലതിനെയും നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ അങ്ങനെയുണ്ട്. റൈറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ. അപ്പോൾ ചിലര് എന്താണ് ഓൺലൈൻ ടീച്ചിങ്ങിൽ ഏർപ്പെടാറുണ്ട്. ചിലര് ആർട്ട് വർക്കുകൾ ചെയ്യാറുണ്ട്. ചിലര് മ്യൂസിക് ക്ലാസ്സുകൾ നടത്താറുണ്ട്. ഡാൻസ് ക്ലാസ്സുകൾ നടത്താറുണ്ട്. ഇതൊക്കെ നിത്യേന ചെയ്യുന്ന ഒരു ഫിക്സ്ഡ് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് വിഭിന്നമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഇത്തരം പ്രവൃത്തികളിൽ അവർ ഏർപ്പെടുന്നത് വ്യത്യസ്തമായ കാരണങ്ങളാലാകും. ഇത് ശരിക്കും പറഞ്ഞാല് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം അല്ലെങ്കിൽ കുറച്ചുകൂടി വരുമാനം കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഇത് ചെറിയ കാലങ്ങളിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളോ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ വിദേശത്ത് പോയി പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്ന് പറയുന്ന ഒരു തരത്തിൽ അങ്ങനെ തന്നെയാണ് അല്ലേ? വീട്ടിൽ നിന്ന് വീടൊക്കെ പണയം വെച്ചിട്ടും പല രീതിയിൽ അവർ പോകുമ്പോൾ അവരുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ പാർട്ട് ടൈം ജോബ് കിട്ടുമെന്നുള്ളതാണ്. പാർട്ട് ടൈം ജോബ് കിട്ടുമ്പോൾ അതിലൂടെ കുറച്ച് വരുമാനം ഉണ്ടാക്കുക. ആ വരുമാനം ഉണ്ടാക്കിയിട്ട് ഇവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് ആം, അവിടെ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന മറ്റ് സാമ്പത്തിക ചെലവുകളൊക്കെ നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വരുമാന സ്രോതസ്സ് കൂടിയായിട്ടാണ് നമ്മുടെ വിദേശത്ത് നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് അല്ലേ? പലരും എന്താണ് ഈ പല സാധനങ്ങളൊക്കെ ഓരോ വീടുകളിലെത്തി
എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈവനിങ് അവേഴ്സിൽ പലരും പലയിടത്തും ജോലി ചെയ്യുക. നമുക്ക് നേരിട്ട് അറിയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ സൈഡ് ഹസിൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പം നിലവിൽ ജോലിയുള്ളവരാണെങ്കിലും അവർക്ക് ഒത്തിരി ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം, ആ ഇൻകം നമ്മൾ, അപ്പോൾ നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകത്തിനെ നമ്മുടെ സാലറീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതുപോലെയുള്ളവർ, അവർക്ക് മാസാവസാനം കിട്ടുന്ന ആം, ആ ഒരു ഇൻകം എന്താണോ അതിൽ തൊടാതെ അവരുടെ മറ്റു പല കാര്യങ്ങളും നിവർത്തിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിനൊക്കെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതിന് ഉദാഹരണങ്ങൾ, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ വേണമെങ്കിൽ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ വിദേശ രാജ്യത്ത് വർക്ക് ചെയ്യുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ ഈ ഒരു എന്താണ് സോഷ്യൽ സാംസ്കാരിക സംഘടനകളുണ്ട്. അങ്ങനെ ഒരു സംഘടനയിൽ ഞാൻ സ്ഥിരം കാണാറുണ്ട്. വൈകുന്നേരങ്ങളിൽ ഒരു വ്യക്തി, കൂടുതൽ മറ്റു വിവരങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. എങ്കിലും ഒരു വ്യക്തി ഒരു അല്പം ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്ന ഈ സാംസ്കാരിക സംഘടനയിൽ നിത്യേന ഒന്നോണം വൈകുന്നേരങ്ങളിൽ കൂട്ടായ്മകൾ ഉണ്ടാവും. അതുപോലെ തന്നെ പരിപാടികളൊക്കെ, ധാരാളം പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ധാരാളം പേര്, അതായത് നൂറുകണക്കിന് ആളുകൾ അവിടെ വരും, പ്രോഗ്രാംസ് ഒക്കെ കാണാനായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മേ ബി ഉച്ചവരെ അദ്ദേഹത്തിന് വേറെ ജോലി ഉണ്ട്. അപ്പം വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കൂടുകളിൽ നമ്മുടെ ചോളമുണ്ടല്ലോ, ചോളം, അത് ഇങ്ങനെ ചോളമലരെന്ന് പറയും അല്ലെ, ഇതിനെ പാക്കറ്റുകളിലാക്കിയിട്ട് അവിടെ എല്ലാവർക്കും കൊണ്ട് നടന്നു വിൽക്കും. അപ്പൊ നമുക്ക് ഈ സൊറ പറഞ്ഞിരിക്കുമ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ കടിക്കാം. പക്ഷേ അദ്ദേഹത്തിന് അതൊരു അഡീഷണൽ ഒരു ഇൻകം കൂടിയാണ്. നമ്മുടെ നാട്ടില് ഇരിക്കുന്ന പലരുടെയും ചിന്ത, വിദേശത്ത് പോയിട്ടുള്ള എല്ലാവരും തന്നെ ഭയങ്കര ധനികരാണ്, അവർക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി, അയ്യോ ഭയങ്കര എമൗണ്ട് അവർക്ക് കിട്ടുന്നു, മാസം ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. അത് ഇത്രയും കിട്ടുമ്പോൾ അവർക്ക് മറ്റു വരുന്ന ചെലവുകളെ കുറിച്ച് നാട്ടിലുള്ളവർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ നാട്ടിൽ നിന്ന് ആവശ്യപ്പെടുന്ന നമ്മുടെ പല കാര്യങ്ങളും നടത്തി തരുന്ന ഇതുപോലെയുള്ള എക്സ്ട്രാ ഇൻകം കിട്ടുന്ന ജോലികളൊക്കെ പലരും ചെയ്തിട്ടുണ്ടാവും. അതുപോലെ മറ്റൊരു ഇതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വളരെ നമുക്ക് ഇങ്ങനെയുമൊക്കെ ആളുകൾ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ നാട്ടില് ചിലര് എന്താണ്, നമുക്കറിയാം അല്ലേ, വൈകുന്നേരങ്ങളിലൊക്കെ റോഡ് സൈഡിലൊക്കെ എന്താണ് ഇങ്ങനെ ഒരു ഉന്തുവണ്ടിയിൽ മണലിട്ടിട്ട് ഈ കപ്പലണ്ടി വറുത്ത് നമുക്ക് കുമ്പിളാക്കി തരുന്നുണ്ട്. ഇത് ഇതുപോലൊരു സൈഡ് ഹസിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള ആളുകളെ, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ നിത്യേന എന്നാണ് ഒരു സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു, സൈക്കിളിന്റെ പുറകില് ഒരു നമ്മുടെ രാജ്യത്തെ ഒരാളല്ല, ഒരു മറ്റൊരു രാജ്യത്തെ ഒരാള് സൈക്കിള് ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് വരും. ചവിട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ റോഡ് സൈഡുകളിൽ വേസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം വേസ്റ്റ് ബിൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഈ വേസ്റ്റ് ബിന്നിലുകളിൽ എന്താണ് ഈ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അത് അങ്ങനെയുള്ള പെട്ടികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് നിക്ഷേപിക്കും. നമ്മുടെ നാട്ടിലെ പോലെ അവിടെ ഇവിടെ ഒന്നും ഇതൊന്നും എറിയാൻ പറ്റില്ല. എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴാണ് പിടി വരിക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ എപ്പോഴും നമ്മളൊരു ചായ കുടിച്ചാൽ പോലും ആ ചായപാത്രം നമ്മുടെ കയ്യിൽ നമ്മൾ കൊണ്ട് നടക്കും. കൊണ്ട് നടന്നിട്ട് ഏറ്റവും അടുത്തുള്ള ഒരു ട്രാഷ് ബിൻ ഉണ്ടെങ്കിൽ അത് കാണുന്നത് വരെ നമ്മളത് കൊണ്ട് നടന്ന് അവിടെ നമ്മളത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻ വരും. അപ്പൊ ഇത്രയും എന്താ പറയുക, നിയമം അത്രയും കർശനമായത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതൊരു ശീലമായിട്ട് വരുന്നു. ആരും തന്നെ ഇതിപ്പം ഇവിടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊന്നും ചെയ്യാത്തവർ പോയി മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് ആ നിയമങ്ങളെ അനുസരിച്ച് തന്നെ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞ മറ്റൊരു വിദേശി, മറ്റൊരു രാജ്യത്തെ ഒരാൾ ഇതുപോലെ സ്ഥിരം എല്ലാ ദിവസവും അദ്ദേഹം വന്ന് ഇങ്ങനെ ഇത് സൈക്കിളിന്റെ പുറകിലേക്ക് ഇത് എടുത്ത് വെച്ച് ഇങ്ങനെയുള്ള പെട്ടികളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അത് ആ ബിന്നിൽ നിന്ന്, ആ ബിന്നെന്ന് പറയുമ്പോൾ അറിയാലോ അതിനകത്ത് എന്തെല്ലാം വേസ്റ്റുകൾ ഉണ്ടാവും, അത് എടുത്ത് മടക്കി അത് വണ്ടിയിൽ വെച്ച് കെട്ടിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കൊടുത്ത് ജീവിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അതും ഒരു തരത്തിൽ എന്താണ്, ഒരു തരത്തിൽ അതും ഒരു സൈഡ് ഹസിൽ തന്നെയാണ്. ഇങ്ങനെയും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അവർക്ക്, അവരെ സംബന്ധിച്ച് അതൊരിക്കലും ഒരു ഒരു എൻജോയ്മെന്റോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റോ അല്ല. അവർക്ക് അതൊരു ഒരു എന്താണ് അധിക വരുമാനം നേടുക, അതുപോലെ അവരുടെ കുടുംബത്തിന്റെ ബാക്കിയുള്ളവരുടെ ഭദ്രത, ജീവിതത്തിൽ സന്തോഷം നൽകുക എന്നുള്ളതാണ്. ഇതുപോലെ എനിക്ക് ഏറ്റവും വിലമതിക്കാനാവാത്ത രീതിയിലുള്ള ഒരു ഉദാഹരണം ഞാൻ പറയും. ഉദാഹരണമായിട്ട് എനിക്ക് പറയാം. പക്ഷേ എന്നെയും എൻ്റെ സഹപാഠികളെയും പഠിപ്പിച്ചു കൊണ്ടുവരുന്ന അധ്യാപകൻ, ഞാൻ മറ്റൊരാളിൽ നിന്ന് അറിഞ്ഞതാണ്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് അറിഞ്ഞതാണ്. അദ്ദേഹം, അപ്പോൾ ഈ അധ്യാപകന്റെ കുടുംബം എല്ലാവരും അധ്യാപകരാണ്, മക്കളും എല്ലാവരും അധ്യാപകരാണ്. ഇവരൊരു വിദേശ രാജ്യത്ത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് ഒരു ഗായകൻ കൂടിയാണ്. എല്ലാവരും തന്നെ, കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ ഒരു ഗായക സംഘം എന്ന് പറയാം.
അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാമ്പത്തികമായിട്ട് നല്ലൊരു അടിത്തറയുള്ള ഒരു കുടുംബം തന്നെയാണ്. പക്ഷേ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഇവര് പല സംഘടനകളില്, പല സ്ഥലങ്ങളില് പല പരിപാടികൾ നടക്കുമ്പോൾ അവിടെ ഈ പ്രോഗ്രാംസ് അവതരിപ്പിക്കുകയാണ്. അതായത് അവര് അവിടെ പോയി പാട്ട് പാടും. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മക്കളും എല്ലാവരും പാട്ട് പാടും. നല്ല ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ത് ചെയ്യുന്നു? ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരിക്കലും അവരുടെ കുടുംബത്തിന്റെ ഉന്നമനത്തിനൊന്നും വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നു. അവിടെയും ഒരു കാര്യം, അതും ഇതുപോലെ ഒന്നൊരു അധികമായിട്ട് കിട്ടുന്ന സമയങ്ങൾ ഇതുപോലെ ഉപയോഗിക്കുന്നു. അതിലൂടെ അവർ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു. അതായത് എല്ലാവരിൽ നിന്നും ആർക്കൊക്കെ എന്തൊക്കെ നൽകാൻ കഴിയുന്നു അതിനനുസരിച്ചുള്ള സാമ്പത്തിക ഒരു സംഭാവന അവർ നൽകുകയും അത് ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ടാകാം. അത് എന്ത് തന്നെയായാലും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത്, നമുക്ക് ചെയ്യാവുന്ന സമയത്ത് സമയം അനുവദനീയമാണെങ്കിൽ ആ സമയത്ത് ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ് ഡെഫിനറ്റ്ലി സൈഡ് ഹസിൽ എന്ന് പറയുന്നത്. നമ്മുടെ പലരും ഇപ്പം കുട്ടികളൊക്കെ പ്രായമായി വരുമ്പോൾ എല്ലാ കാലങ്ങളിലും നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, മാസം കിട്ടുന്ന ശമ്പളത്തിനൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊന്നും കാലം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ കിട്ടുന്നത് കൊണ്ടൊന്നും എന്താണ് മതിയാകാതെ വരുന്നൊരു കാലമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മക്കളുടെ പഠനത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇതുപോലെ ഒരു എക്സ്ട്രാ ഇൻകം നേടാൻ കഴിയുകയാണെങ്കിൽ പ്രത്യേകിച്ചും നല്ലതായിരിക്കും. അത് ചെറിയ പ്രായത്തിൽ അതൊക്കെ തുടങ്ങാൻ കഴിയുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ കൊണ്ട്, നമ്മുടെ തൊഴിലിനോട് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നും. നമുക്കിങ്ങനെ എക്സ്ട്രാ ടൈമൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാവർക്കും അവലംബിക്കാവുന്ന ഒരു രീതിയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു രീതിയിലേക്ക് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതാണ്. അല്ലേ? സമയം അനുവദിക്കുമ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെല്ലാം പ്രവൃത്തികൾ നിത്യേന ചെയ്യുന്ന, സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒപ്പം തന്നെ ചെയ്യാവുന്ന ഇത്തരം പ്രവൃത്തികൾ നമുക്ക് അവലംബിക്കാവുന്നതാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന ഒരു സ്പെഷ്യൽ നോട്ടോടുകൂടി നിർത്തുന്നു. ഇതാണ് സൈഡ് ഹസിൽ എന്ന് പറയുന്നത്.